സാറേ, മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. അന്ന് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നത് കേരളത്തിന് ഒരു എയിംസ് അനുവദിക്കപ്പെടുമെന്നാണ്. കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എയിംസ് കേരളത്തിന് കിട്ടുമെന്ന്. കോഴിക്കോട് എം പി പറയുന്നു കിനാലൂരിൽ സ്ഥലം എടുത്തു വെച്ചേക്കാണ്, അവിടെ അനുവദിച്ചാൽ മതിയെന്ന്. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ട് എന്തായാലും വയനാട്ടിലേക്ക് എത്തുമെന്ന് പറയുന്നു. സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരിൽ കൊണ്ടുവരുമെന്ന്. രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമായിരുന്നെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഈ എയിംസ് എന്നത് കേരളത്തിൻ്റെ ഒരു സ്വപ്നമായി അവശേഷിക്കുമോ, അതെന്തെങ്കിലും യാഥാർത്ഥ്യമാകുമോ? ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അതിനെപ്പറ്റി ഈ ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും പിന്നെ കുറച്ച് പൊതുജനങ്ങളും എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നതെന്നുള്ളതിനെപ്പറ്റി എനിക്ക് സംശയമുണ്ട്. എന്തായാലും എയിംസ് പോലൊരു സ്ഥാപനം കേരളത്തിന് വേണ്ടതാണ്. അത് കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ടതാണ്. ഇപ്പോഴുള്ള വിഷയങ്ങൾ എന്നൊക്കെ പറയുന്നത് കൂടുതലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പറയുന്നതാണ്. അപ്പം ഞാൻ കണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് വേണ്ടത്ര സ്ഥലം, അതായത് 250 ഏക്കർ മറ്റോ സ്ഥലത്തിൻ്റെ കുറവാണ്. അത് ഗവൺമെൻറ് എടുത്തു കൊടുക്കാത്തതാണ് എയിംസ് കേരളത്തിൽ വരാനുള്ള ഇതിൻ്റെ ഒരു വിഘാതം എന്നാണ് പറയുന്നത്. ഈ എയിംസിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റിൻ്റെ ഒരു വിഷയമുണ്ട് അതിൻ്റെ അകത്ത്. കാരണം അതൊരു ഇമ്മണി വലിയ ആശുപത്രിയാണ് എന്നുള്ളൊരു ധാരണയാണ് പൊതുവെ നമ്മൾ മലയാളികൾ ഇപ്പം അതിൻ്റെ പുറത്ത് വെച്ച് മലയാളി രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ കേരളത്തിൽ അത് സ്ഥാപിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ 2500 ഹെക്ടർ ഭൂമി വെറുതെ കിടപ്പുണ്ട്. നേരത്തെ അവിടെ കശുമാവ് കൃഷി ചെയ്തിരുന്നതാണ്. എൻഡോസൾഫാൻ എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് സമരം നടത്തിയിട്ട് അവിടുത്തെ പരിങ്കാവൊക്കെ വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ അതിൽ കുറേ ഭാഗത്തെ കണ്ട് സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ എങ്കിൽ പോലും അവിടെ ഇഷ്ടംപോലെ സ്ഥലം സ്വർഗ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു അവിടെ ലഭ്യമാണ്. പക്ഷേ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, കാസർഗോഡ് ഒരു സാമാന്യ ഭേദപ്പെട്ട ആശുപത്രി തന്നെ ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ആശുപത്രിയോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതിനുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മംഗലാപുരം മെഡിക്കൽ ലോബി ഒരു കാരണവശാലും അവിടെ മുന്തിയ ആശുപത്രികളൊന്നും വരാൻ അനുവദിക്കുകയില്ല. അത് പ്രധാനമന്ത്രി തന്നെ വിചാരിച്ചാൽ തന്നെ അത് നടക്കുമോ എന്നുള്ളത് സംശയമാണ്. പിന്നെ അല്ലെങ്കിൽ അവിടെ മറ്റേ എന്താണ് രാജ്യരക്ഷാ വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന ഫാക്ടറി ഉള്ളൊരു സ്ഥലമുണ്ട്. അതിനടുത്ത് ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ സ്ഥലം തരിശായിട്ട് കിടക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. പിന്നെ കണ്ണൂരിനും കാസർഗോഡ് എം പിക്ക് ഒന്നും താല്പര്യം കാണത്തില്ല. അവർക്ക് കൂടോത്രത്തിൻ്റെയോ മുട്ടയിലോ ഉറുക്കിലോ മന്ത്രവാദം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഉള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിലായിരിക്കും താല്പര്യം. അതൊക്കെ പൊക്കോട്ടെ. പക്ഷേ ഈ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെട്ട പോലെ തിരുവനന്തപുരമോ ഈ കൊച്ചിയോ ഒന്നുമല്ല. ഇപ്പം ഞാൻ അതിനെപ്പറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ സർക്കാരിൻ്റെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയും. അതായത് എരുമേലി എയർപോർട്ട് വരാൻ പോകുന്ന സ്ഥലത്താണ്. എന്തുകൊണ്ടാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവിതാംകൂറിൽ 1818 ആണ് ആദ്യത്തെ മോഡേൺ മെഡിസിൻ്റെ ആശുപത്രി. അന്ന് മോഡേൺ മെഡിസിൻ അത്ര ഇതുപോലെ ആയിട്ടില്ല. മോഡേൺ മെഡിസിൻ്റെ ആശുപത്രി സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം. അതും കഴിഞ്ഞിട്ട് ഏതാണ്ട് 40 വർഷം, 1864 ബ്രിട്ടീഷ് സർക്കാർ കോഴിക്കോട് ജില്ലാശുപത്രി സ്ഥാപിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആരോഗ്യരംഗത്തുണ്ടായ വളർച്ച എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. ഇന്നിപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും പ്രാഥമിക മെഡിക്കൽ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ് നമ്മൾ പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രസക്തിയും ഉദ്ദേശവും അതല്ല. ആധുനികമായിട്ടുള്ള
മെഡിക്കൽ ഗവേഷണങ്ങളും മെഡിക്കൽ സൗകര്യങ്ങളും വികസിപ്പിച്ചിട്ട് അത് പൈലറ്റ് ചെയ്യുന്ന ഒരു ആശുപത്രി മാത്രമല്ല, ആശുപത്രി, മെഡിക്കൽ കോളേജ്, മെഡിക്കൽ വിദ്യാഭ്യാസം എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ സംഭവമായിട്ടാണ് എയിംസ് എൻവിസേജ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എയിംസിനെ സങ്കല്പിച്ചിട്ടുള്ളത്. അതായത് ഏറ്റവും ആധുനികമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ, മെഡിക്കൽ വിദ്യാഭ്യാസവും മറ്റ് മെഡിക്കൽ സൗകര്യങ്ങളും ലഭ്യമാകുന്ന ഒരു സ്ഥലം. മാറിയ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ സ്ഥല സൗകര്യത്തിൻ്റെ അസൗകര്യമാണെങ്കിൽ കോഴിക്കോട്ട് കിനാലൂരിലെ എസ്റ്റേറ്റിൽ സ്ഥലം എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് സർക്കാർ പറയുന്നത്. പിന്നെ കാസർഗോട്ടെ കാര്യം പറഞ്ഞാൽ കാസർഗോട്ട് നിന്ന് ആളുകൾ എന്ത് അസുഖം ഉണ്ടായാലും പെട്ടെന്ന് ചികിത്സയ്ക്കായി പോകുന്ന ഈ മംഗലാപുരത്തേക്കാണ്. അപ്പം മാത്രമല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്ത് എയിംസ് സ്ഥാപിക്കുന്നതിൽ അത്ര ശരിയുണ്ടോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്കൊരു മധ്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തൃശ്ശൂരോ അല്ലെ പാലക്കാടോ അങ്ങനെയുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരികയോ അതൊക്കെയല്ലേ കുറച്ചുകൂടെ നല്ലൊരു കാര്യം. ഇനി മറ്റൊരു സംശയം, ഈ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ എയിംസ് വരാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു എന്നൊരു ആരോപണമുണ്ട്. അതിനകത്തും എന്തെങ്കിലും വാസ്തവം ഉണ്ടാകുമോ? അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എറണാകുളം ജില്ലയിലാണെങ്കിൽ എറണാകുളം ടൗണിനോട് അനുബന്ധിച്ച് പ്രധാനപ്പെട്ട 17 ആശുപത്രികളുണ്ട്, 100 ചില്ലാനം മറ്റ് ആശുപത്രികളുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഒന്നല്ല 2 മെഡിക്കൽ കോളേജാണെന്ന് തോന്നുന്നു. അതായത് 4 മെഡിക്കൽ കോളേജിൽ 1980കളിൽ 4 മെഡിക്കൽ കോളേജ് ആയിരുന്നു, ഇപ്പം 40 മെഡിക്കൽ കോളേജ് ഉണ്ട് കേരളത്തിൽ. ഈ പറഞ്ഞു വന്ന അവര് അങ്ങനെ സ്വകാര്യ ആശുപത്രിക്കാർ, കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആളുകൾ തള്ളിക്കയറുന്ന ഒരു സ്ഥാപനമൊന്നും അല്ല ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അതിന് ഗവേഷണവും പിന്നീട് ആധുനികമായ കാര്യങ്ങൾ, ഇപ്പം AI അതുപോലുള്ള കാര്യങ്ങൾ, പിന്നീട് മെഡിക്കൽ രംഗത്തെ പുതിയ ഗവേഷണങ്ങളുടെ പ്രയോഗം, അങ്ങനെയുള്ള സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിപ്പോകുന്ന ഒരു സ്ഥാപനമായിട്ടാണ് എയിംസിനെ സങ്കല്പിച്ചിരിക്കുന്നത്. മാറിയ സാഹചര്യത്തിൽ, അതായത് ലോകം വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ്, വളരെ സ്പീഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എറണാകുളത്തിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ യാത്രാ ദുരിതമാണ്, ട്രാഫിക്. അതേസമയം ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഒരു എയർപോർട്ട് വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഏക്കർ കണക്കിന് സ്ഥലം കിടപ്പുണ്ട്. അവിടെ എയിംസിനെ പറ്റിയൊരു മെഡിസിറ്റി കൊടുക്കാവുന്നതാണ്. അതിനോടനുബന്ധിച്ച് മാത്രമല്ല, പിന്നീട് ആളുകൾ ഉപേക്ഷിച്ചു പോകുന്ന, അതായത് വിദേശത്തേക്ക് പ്രവാസികളും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് താമസം മാറ്റിയൊക്കെ പോകുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ പറയുന്ന കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് പോകുന്നത്. കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് വേണമെങ്കിൽ അതിനോട് അലൈഡ് ആയിട്ടുള്ള, അതായത് മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളോ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളോ ഒക്കെ ഇതിനോടനുബന്ധിച്ച് സ്വകാര്യ മേഖലകളിലും വരാവുന്ന ഒരു സാധ്യതയുള്ളൊരു സ്ഥലം എന്ന് പറയുന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ എയർപോർട്ട് തന്നെയാണ്. ഇതിനുള്ള കാലത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് എയർ ആംബുലൻസിൽ എത്തിക്കാവുന്നതിന് സൗകര്യം അതിനടുത്തുള്ള ഒരു ആശുപത്രി, അതായത് യാതൊരു തടസ്സവും ഇല്ലാതെ ആശുപത്രിയിലേക്ക് കയറാവുന്ന ഒരു സംവിധാനത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിക്കുന്നതായിരിക്കും നല്ലത്. അത് ആൻ്റണിയാണ് അവിടുത്തെ MP എന്ന് പറഞ്ഞ് അത് തള്ളിക്കളയേണ്ട കാര്യമില്ല. ഇതാണ് എനിക്കതിനെപ്പറ്റി തോന്നിയിട്ടുള്ള ഈ ഒരു. സാർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. 10 വർഷം മുമ്പ് വരെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA സർക്കാരായിരുന്നു. അന്നിവിടെ AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിട്ടുണ്ടായിരുന്നു, വ്യോമയാന മന്ത്രിയായിട്ട് KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, സഹമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ KV തോമസ് മന്ത്രിയായിട്ടുണ്ടായിരുന്നു, PJ കുര്യൻ രാജ്യസഭ ഉപാധ്യക്ഷനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിന് വേണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു എയിംസ് നടപ്പാക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. ഇപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് നിൽക്കുന്നു. പക്ഷേ കേരളത്തിൽ നിന്ന് ഇപ്പോൾ മാത്രമാണ് ഒരു MP ഉണ്ടായത്. അന്ന് ഈ UDF കുറച്ചുകൂടെ ഒരു ആർജവം കാണിച്ചിരുന്നെങ്കിൽ എയിംസ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ലേ ഇത്രയും കാലത്തിനുള്ളിൽ? അത് തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാവുന്നതായിരുന്നു. AK ആൻ്റണി രാജ്യരക്ഷാ മന്ത്രിയായിട്ടിരുന്നിട്ട്
ആകപ്പാടെ വന്നിട്ടുള്ളത് എന്താണ് നൂറാട് സാനിറ്റോറിയത്തിൻ്റെ സ്ഥലം എടുത്തിട്ട് അവിടെ ITBP, പിന്നെ ഞാനീ പറഞ്ഞ കാസർഗോട്ടെ ആ സ്ഥാപനം, അല്ലാതെ വേറൊന്നും വന്നിട്ടില്ല. അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ജനോപകാരപ്രദമായ കാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഇക്കാര്യത്തിൽ. അത് ഇപ്പോൾ പകരം ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കത് പ്രതീക്ഷിക്കായിരുന്നു. പിന്നീട് ഈ പറയുന്ന ആളുകളൊക്കെ ഡൽഹിയുടെ മായിക ലോകത്തിൽ ചെല്ലുമ്പോൾ മറന്നു പോകുന്നതാകാം. പക്ഷെ ഇപ്പോഴത്തെ തർക്കം എന്ന് പറയുന്നത് അതല്ല, എങ്ങനെ നമുക്ക് ഈ സ്ഥാപനത്തിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാം, അതിൻ്റെ ഒരു ചുറ്റുവട്ടത്തിൽ നമ്മളുടെ മെഡിക്കൽ രംഗം നവീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ആലോചിക്കേണ്ടത്. അപ്പം സാറിന്റെ നിഗമനത്തിൽ ഇപ്പം ഈ എയിംസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ കിട്ടും എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അത് ചോദിച്ചാൽ അത് പ്രയാസമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഹൈലി പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ജനതയാണ് മലയാളികൾ എന്ന് പറയുന്നത്. അതിപ്പം ഉടൻ തന്നെ അതിൻ്റെ അകത്തുള്ള നെഗറ്റീവ്സുകളെല്ലാം ആദ്യം പൊന്തി വരും. അതാണ് കണ്ടത്. അത് ഇപ്പം പാലാഴി കടയുന്ന പോലെയാണ്. ആദ്യം വരുന്നത് കാളകൂടവും പാമ്പും തേളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുള്ള എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ഗവൺമെൻറ്റാണ്. അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അവർക്ക് തടസ്സമാണ് ഇത്തരമുള്ള കാര്യങ്ങളിൽ. അത് അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. കൺവിൻസ് ചെയ്താൽ കിട്ടും എന്നുള്ള ആത്മവിശ്വാസമാണ്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അതിന് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് അങ്ങനെ വരുമ്പോൾ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയപാത മറ്റേത് മുഖ്യമന്ത്രി ഇരുന്നാൽ പോലും ഇതേ രീതിയിൽ നടത്തി മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാനാവുമായിരുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ചിലപ്പോൾ അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കിയെടുക്കാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി വിചാരിച്ചാൽ കേരളത്തിന് എയിംസ് കിട്ടും, അതിന് സംശയമൊന്നുമില്ല. അതിന് ബാക്കിയുള്ള എല്ലാ MP-മാരും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ പാർട്ടി, സുരേഷ് ഗോപിക്കും സഹായിക്കാം, ആൻ്റണിക്കും സഹായിക്കാം, പിന്നെ മത്സരിച്ച് പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖരനും ശോഭാ സുരേന്ദ്രനും വരെ സഹായിക്കാവുന്ന ഒരു ഏരിയയാണിത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ വരുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടം അതാണ്. ഇപ്പം ഈ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ഇപ്പോൾ ഒറീസയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന് പറയുന്നത്, പറഞ്ഞാൽ ആർക്കും വിരോധം തോന്നരുത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ അപേക്ഷിച്ച് വളരെ ഒരു നിലവാരം, റേറ്റിംഗ് കുറവുള്ളൊരു സ്ഥാപനം പോലെ നമുക്കത് തോന്നത്തുള്ളൂ. ഒരുപാട് മലയാളികൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഒറീസയിലെ ഭുവനേശ്വർ AIMS. ധാരാളം മലയാളികളുണ്ട്. കാരണം അത് പുതുതായിട്ട് തുടങ്ങിയ AIMS ആണ്. അവിടെ പഠിക്കുന്നുണ്ട്. അവിടെ ഫെസിലിറ്റീസ് ഒന്നും പൂർണ്ണമായിട്ടില്ല. അത് നമ്മുടെ പട്നായിക്, നവീൻ പട്നായിക്, അദ്ദേഹം വളരെ വിഷനുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു. എന്നിട്ട് പോലും അത് വേണ്ട രീതിയിൽ അത് പ്രൂവ് ചെയ്ത് വന്നിട്ടില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെ ആയിരിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കേരളത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന് പറയുന്നൊരു സ്ഥാപനം വരുന്നത് നല്ലതാണ്, ആവശ്യമുണ്ട്. പിന്നെ അതിനനുസരിച്ച് അങ്ങനെ ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഘടനയിൽ പശ്ചാത്തലവും ബാക്കിയുള്ള മെഡിക്കൽ സ്ഥാപനങ്ങളെ കൂടെ സ്വാധീനിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ബാക്കിയുള്ള എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം കാണുന്നവരാണ്. ഇവിടെ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ BJP എന്നോ വേർതിരിവില്ലാതെ എല്ലാവരും കൂടെ ഒന്നിച്ചു തീർന്ന് എയിംസിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കട്ടെ. അങ്ങനെ എയിംസ് എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.